ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മാജിക് ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു മുന്തിരി കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്ക്വാഷാണ്. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്വാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഷാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു സംഭവത്തിന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുന്തിരിയാണ് വേണ്ടത്. ആ മുന്തിരിയിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. അത് നമ്മൾ എത്ര മുന്തിരിയാണോ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് അത്രയും പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യണം. ഇനി നമ്മളിത് ജ്യൂസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ സോഡ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഇതിൽ നമ്മൾ എക്സ്ട്രാ വാട്ടർ ഒന്നും ആഡ് ചെയ്യണില്ല. പഞ്ചസാരയുടെ ഉരുകിയിട്ടുള്ള ആ ഒരു വാട്ടർ തന്നെയാണ് അതിലുള്ളത്. അപ്പോൾ പഞ്ചസാരയും മുന്തിരിയും കൂടെ നന്നായിട്ട് വെന്ത് വരണം. അപ്പം നമ്മുടെ സ്ക്വാഷ് ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അരിപ്പയിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ ഊറ്റുന്ന കൊട്ടക്കയിൽ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്, അതെടുത്തിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലുകളിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എത്ര കാലം വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കേടും ഉണ്ടാവില്ല. അപ്പം നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിങ്ങനെ ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ക്വാഷ് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് വെക്കുക. അതിന് ശേഷം തണുത്ത വെള്ളം വേണമെങ്കിൽ വെള്ളം മാത്രമായിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സോഡയാണ് യൂസ് ചെയ്യുന്നത്. സോഡ ഒഴിച്ചു കൊടുക്കുക. നല്ല തണുത്ത വെള്ളത്തിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് സോഡ ഒഴിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ രണ്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സ്ക്വാഷ് ഉണ്ടാക്കാനുള്ള പണി. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.